നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മൾ എപ്പോഴും തോറ്റ കുട്ടികളുടെ ഗിരീഷ് സാർ എന്തിനാണ് സേക്ക് ഇത്രയും വീഡിയോസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം എപ്പോഴും നമ്മൾ അധ്യാപകരായാലും രക്ഷകർത്താക്കളായാലും വിജയിക്കുന്ന കുട്ടികൾക്കൊപ്പമായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അത് മാത്രമല്ലല്ലോ, നമ്മൾ തോറ്റ കുട്ടികളെ നമ്മൾ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അധ്യാപകന്റെ ലക്ഷ്യം തന്നെ അതായിരിക്കണം. വളരെ മോശമായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ജയിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു കരുതൽ കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ എപ്പോഴും നമുക്ക് വിജയിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരിക്കാം, പക്ഷെ തോൽക്കുന്ന ഒരു കുറച്ച് മെജോറിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ കൂട്ടത്തിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് തോറ്റ് +2 ചെയ്ത് നിൽക്കുന്ന കുട്ടികൾക്ക് ഇനി ഒക്ടോബറിലേ ഉള്ളൂ പരീക്ഷ, അല്ലെങ്കിൽ മാർച്ചിലേ പരീക്ഷ ഉള്ളൂ. ഒക്ടോബറിലുള്ള പരീക്ഷയുടെ ഒപ്പം അല്ലെങ്കിൽ മാർച്ചിലുള്ള പരീക്ഷയ്ക്കൊപ്പം നിങ്ങൾക്കൊരു ഇഷ്ടം പോലെ കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാം. ഇപ്പം നമ്മുടെയൊക്കെ ഓൺലൈൻ ബാച്ച് ചേരുന്ന കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ വീഡിയോസ് കണ്ടു പഠിക്കുകയും ചെയ്യാം. എന്നാൽ ആ കോഴ്സും കിട്ടും, അതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടും. ചുമ്മാ ഒട്ടിലൊടുക്ക് കോഴ്സ് പോയി പഠിക്കുകയും ചെയ്യരുത്. എന്നിട്ട് ഞാൻ പറയുന്ന കോഴ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇപ്പം മെഡിക്കൽ ഫീൽഡൊക്കെ താല്പര്യമുള്ളവർക്ക് ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇത് നിങ്ങൾ 3 മാസത്തെ കോഴ്സായിട്ടൊന്നും പഠിക്കരുത്. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള പഠിച്ചു മക്കളെ. കാരണം ഇതിൻ്റെയൊക്കെ റിസൾട്ടും എല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ നല്ലൊരു എല്ലായിടത്ത് നല്ല വാലിഡ് ആയിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോയി പഠിച്ചാൽ, ഈ പറഞ്ഞ അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോസ്പിറ്റലിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള ഇപ്പോൾ DCA പോലുള്ള ഡിപ്ലോമ പോലുള്ള ചെറിയൊരു കമ്പ്യൂട്ടറിൻ്റെ കോഴ്സുകൾ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളതായിരിക്കണം. അങ്ങനെയുള്ളത് പഠിക്കാം. അതുപോലെ തന്നെ AI അതുപോലെ വിഷ്വൽ എഫക്ട്സിൻ്റെ ഒക്കെ കോഴ്സുകളുണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സുകൾ. പരീക്ഷയുടെ സമയത്ത് മാത്രം നമ്മൾ, ബാക്കിയുള്ള സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് കുറച്ചൊരു ഒരാഴ്ച 10 ദിവസം ഗ്യാപ്പ് എടുത്താൽ മതി എന്നല്ലേ ഉള്ളൂ. ആ കോഴ്സുകളെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ അനവധി കോഴ്സുകളുണ്ട്. അന്നേരം 6 മാസം 1 വർഷം വരെയുള്ള ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് ദിവസം ഇപ്പം നമ്മുടെയൊക്കെ ക്ലാസ് ചേരുന്നവർക്ക് ഒരു 3 വിഷയം പോയാലും ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂർ പഠിച്ചാൽ മതി. നിങ്ങൾ 24 മണിക്കൂറൊന്നും പഠിക്കണമെന്നില്ല. 2 ഈ കോഴ്സൊക്കെ പോയി പഠിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾ ദിവസവും പഠിച്ചാലും നിങ്ങൾക്ക് ഈ 3 വിഷയത്തിന് ഡബിൾ പാസ് മാർക്ക് ഉറപ്പാണ്. കാരണം ഇത് പറഞ്ഞു തരാനുള്ള കാരണം, നിങ്ങൾ ആ സമയം ചുമ്മാതെ കളയണ്ട, ഇതിനായിട്ട് മാത്രം മാത്രം ഇരിക്കേണ്ട. അതിനോടൊപ്പം നിങ്ങളൊരു കോഴ്സ് എടുത്താൽ നിങ്ങൾക്കും ഇത് കഴിയുമ്പോൾ ഞങ്ങൾ അതിന് ജയിക്കുകയും +2 ഞങ്ങൾ ജയിക്കുകയും ചെയ്തു, ഞങ്ങളൊരു കോഴ്സും സ്വന്തമാക്കി. അതൊരു അഭിമാനമാണ്. അങ്ങനെ പോയി അങ്ങനെ വേണം. അന്നേരം മാക്സിമം കുട്ടികളിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ. അന്നേരം തളരരുത്, അടിപൊളിയാക്കണം. നെവർ എവർ ഗിവ് അപ്പ്.